നമ്മളതിന് വീഡിയോയിൽ പെടാത്ത ഇതൊക്കെ ഇപ്പൊ ഞങ്ങള് കഴിച്ചാണ്. അതിലെ വീഡിയോ മുങ്ങിപ്പോയി. ആദ്യത്തെ ഒരു വീഡിയോ മുങ്ങിപ്പോയി. ഇപ്പൊ ഇത് കാണുന്നോ, ഏതാ വെറൈറ്റി ഇതിപ്പോ? ഇത്ര വലിയ കണ്ടിട്ടോ? അല്ല, ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? പഠിത്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറയാം. ഇല്ല, നമുക്ക് ബ്രൂണേക്കിങ് ഈ ഒരു സെയിം സാധനം കിട്ടിയില്ല. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ നോക്കിയത് ഒരു ഏതാണ്ട് ഒരു 2-2.5 കിലോന്റെ അടുത്ത് വരുന്ന ഒരു മാങ്ങയാണ് നമ്മളിത്. ഇതിപ്പോ ഏതാണ്ട് അതിനെക്കാട്ടും കൂടുതലുണ്ടാവും. ഇപ്പൊ വീഡിയോ കാണുന്ന പോലെ അല്ലല്ലോ. ഉണ്ടാവും സാധനം അടിപൊളി കേട്ടോ. ഇതിപ്പോ ഒരു ഡ്രമ്മ കുറെ ഉണ്ടായിരുന്നു, 2-3 മാങ്ങകൾ ഉണ്ടായിരുന്നു. കാറ്റടിച്ചത് തട്ടി ചാടിയതാ. ഇനിയിപ്പോ ഒരാൾക്ക് അറിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ നോക്കാം. 50 പൈസന്റെ കേസാണ് കവറാണ്. ഈ കവറ് നമ്മൾ ആണ് ഇതിൽ ഒക്കെ ഇടല്ലതാണ്. ആ കവറിൽ ഫുള്ളാ. ആ കവറിന്റെ മുകളിൽ വരെ ഉണ്ട്. ഞെട്ടി പുറത്തിറക്കും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ 1 കിലോ മുറിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഇതൊക്കെ ഇറച്ചി കൊടുക്കണവര് കൊടുക്കേണ്ടി വരും. കഷ്ണാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ ഒട്ടനവധി പ്ലാന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ജംബോ പ്ലാന്റുകളും സെയിം ബാച്ചിലുള്ള നമ്മൾ എടുത്തിട്ടുണ്ട്. ഫ്രീ ഡെലിവറിയിൽ നമുക്കൊരു ഓഫർ ഇപ്പൊ 1500 രൂപയ്ക്ക് ഇത്രയും വലിയ തെങ്ങുകൾ കൊടുക്കാം. നമ്മുടെ തങ്കയത്ത് അഗ്രോ ഫാമിലെ റെഡ് ഹൈബ്രിഡിന്റെ ഒരു അടിപൊളി പ്ലാന്റ് കേട്ടോ. അത്യാവശ്യം പഴക്കമുള്ള ഒരു പ്ലാന്റും കൂടിയാണ്. ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇവിടെ സെയിലിന് തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഓൾ സീസൺ കേട്ടോ, ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പഴുപ്പിച്ച് കഴിക്കാൻ നമ്മൾ അത്രത്തോളം പറയണില്ലല്ലേ? അല്ല, ഇത് പഴുപ്പിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് ആണ്. പക്ഷെ ഊമ്പി കഴിക്കാൻ ഇത് പറ്റും. നാര് കൂടുതൽ ഊമ്പി കഴിക്കുമ്പോൾ ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടമാണ് ഇതിന്റെ ഒരു ബോൺസായി ചെയ്തിട്ടുള്ള. ഇതൊരു 10-15 കൊല്ലമായിട്ട് ഇതിലേക്ക് കൊണ്ട് ഒരു ബോൺസായി ലുക്കിലാണ്. അതേ പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗിന് ബെസ്റ്റ് ആണ്. കുറച്ച് വിട്ടുന്ന് നോക്കാം, ഇതിന്റെ ലുക്ക് നോക്കാം. ലീഫും നിൽക്കണോണ്ടാണ് അറിയാത്തത്. നല്ല ലുക്ക് ബേസ്, നല്ല സാധനം. ഇത് ഇപ്പൊ നമുക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചാൽ 2 കൈ കൊണ്ട് പിടിക്കേണ്ട വണ്ണം ഉണ്ടായിരുന്നു. ചോട് നോക്കാം വണ്ണം. കൈ വെച്ചാൽ കാണൂല, ഇത്രയും സൈസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മുടെ തങ്കയത്ത് അഗ്രോ ഫാമിൽ സെയിലിന് റെഡി ആയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇത് ചാവക്കാട് ഗ്രീൻ എന്ന് പറഞ്ഞ തെങ്ങാണ്. ഒരു കവറിലാണ്. കവറ് സിമെന്റുമേ ഇരിക്കണത്. നോക്കോ, മണ്ണിലല്ല, വേറെ ഒന്നും എവിടെയും പോയിട്ടില്ല കേട്ടോ. സിമെന്റുമേ ഇരിക്കുന്നത്. നമ്മളെ കവാട നമ്മുടെ ഫ്രണ്ടേജിൽ വരുന്നതാണെന്ന് പറഞ്ഞു കേട്ടോ. തങ്കയത്ത് അഗ്രോ ഫാമിൽ ഫ്രണ്ടേജിൽ തന്നെ വെച്ചിട്ടുള്ള കേട്ടോ. ഇതൊക്കെ കൊടുക്കാൻ റെഡി ആക്കിയിരിക്കുക. ഇത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചതാണ്. അതുകൊണ്ടാണ് ഇത്ര സമയം ഇവിടെ ഇരുന്നിട്ട്. ഇതിന്റെ ബാച്ചിലൊക്കെ ഉള്ളത് നേരത്തെ പോയി. ഇതിപ്പോ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 12 വർഷമായി. 12 വർഷമായിട്ട് കണ്ടോ, അതാണ് ഈ കുള്ളെന്ന് പറയുന്നത്. 12 വർഷമായിട്ട് അവൻ നിന്നിട്ട് നോക്കാം. അവന്റെ ഹൈറ്റ്, അവന്റെ ഷോൾഡർ വരെ ഹൈറ്റ് ഉള്ളൂ. ഇപ്പോഴും പട്ട കിടക്കല്. 12 വർഷമായ കൈകൊണ്ട് പറിക്കാം. ഇപ്പോഴും നിലത്താണ് അതെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പറിച്ചൂടെ? അതാണ് അതിന്റെ പ്രത്യേകത. അത് ചാവക്കാടൻ ഗ്രീൻ ആണ്. ഇപ്പൊ നമ്മൾ ഈ കവറിൽ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കുക, വെള്ളം അല്ലാതെ എന്താ പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് സാധനം കുറവ് നന്നായിട്ടുണ്ടാവും. അപ്പൊ ഇത് മാത്രല്ല, ഇത് വേണമെങ്കിൽ നമുക്കൊരു മോഹലേക്ക് കൊടുത്തേക്കാം. ഇതേപോലെ ഒരു പീസും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ എൻട്രൻസിൽ വെച്ചതാണ്. 2 പീസ് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പീസും കൂടി ഇതിന്റെ ജോഡിയായിട്ട്. കാലാപ്പാടി മാങ്ങ കാഴ്ച ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. കുറെ തീർന്നു പോയി. എന്നാലും നമുക്ക് ഇനിയുണ്ട് കാഴ്ചതുകൊണ്ട്. അടുത്ത വർഷം കായ്ക്കാനൊക്കെ പറ്റിയ നല്ല ബുഷി പ്ലാന്റുകൾ ഉണ്ട്. അടിപൊളി. ഇപ്പൊ ഇതിന്റെയും ചെറുതൈകൾ, ഇതിന്റെ ചെറുതും ഇതിന്റെ വലുതും ഉണ്ട് കേട്ടോ. ഇതിന്റെ വലിയ തൈകൾ ഇനി ഞാൻ കാണിച്ചില്ല. അപ്പൊ കാലാപ്പാടിന്റെ വലിയ തൈകളല്ലേ? ഇതൊക്കെ ഭയങ്കര ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പ്ലാന്റ് നോക്കാം, സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ്. തൊട്ട് ഇവിടെ അത് വേറെ ഉണ്ട്. ഇതൊക്കെ നല്ല ഹെവി പ്ലാന്റുകളാണ് കേട്ടോ. ആ പ്ലാന്റ് ഒക്കെ നോക്കാം. പോവാലൊക്കെ തേക്കാം. ഇത്ര ഹെവിയാണ്. കാലാപ്പാടിയാണ് കേട്ടോ. അത് മൂവാണ്ടൻ, വൈറ്റ് മൂവാണ്ടൻ അല്ലേ? നമ്മൾ ടോട്ടൽ മാവിന്റെ എത്ര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്? മാവ് ഏതാണ്ട് നമുക്കൊരു 10-30 അധികം ഉണ്ടാവും. 30 ഒക്കെ എന്താണ് ഹെവി പ്ലാന്റുകൾ ഉണ്ടാവും. ജംബോ പ്ലാന്റുകളാണല്ലേ? പിന്നെ അതിന്റെ തന്നെ തൊട്ടിപ്പുറത്ത് നോക്ക്, കാലാപ്പാടിന്റെ പ്ലാന്റ് എന്താ ഹെവി. അവക്കാഡോ നിൽക്കുന്നുണ്ടല്ലേ? അവക്കാഡോ ഏതാണ്ട് ഇതൊക്കെ വിറ്റതാണ്. അവിടെ കുറെ ഉണ്ടായിരുന്നു, നമുക്ക് കൊടുത്തു പോയി. വലിയതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് രണ്ടാമത് നമ്മളിത് വളർന്ന് വരുന്നുണ്ട്. പക്ഷെ ഇതായിട്ടില്ല. ഇനി തൊട്ടിപ്പുറത്ത് നോക്കൂ. നമ്മളെ ലോങ്കൻ ബ്ലാക്ക് ലീഫ് നിറയെ കായ വന്ന് കിടക്കുന്നതാണ്. ഫുള്ള് ഫ്രൂട്ടായി, നല്ല ഫ്രൂട്ടായി വന്നു. ഹെവി പ്ലാന്റ് ആണ്. 30 കവറിൽ നമ്മളെ ബ്ലാക്ക് ലീഫ് കേട്ടോ. ബ്ലാക്ക് ലീഫിന്റെ ജംബോ പറഞ്ഞെങ്കിൽ ഹെവി പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ. കടവണ്ണൊക്കെ ആർട്ടും ഈട്ടുവിന്റെ നല്ല ചുറുചുറുക്കുള്ള പ്ലാന്റുകളാണ്. പ്ലാന്റ് കണ്ടില്ലേ? ജംബോ പ്ലാന്റുകളാണല്ലേ? ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള? ഇത് നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞ പ്ലാന്റുകളാണ്.
ഇതൊക്കെ അടുത്ത വർഷം ഫ്ലവർ ചെയ്യാൻ സാധ്യതയുള്ള പ്ലാന്റുകളാണ്. ഇതിന്റെ ഇപ്പൊ ഇനി ഒരു ഡബിൾ ജമ്പ് വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. അല്ല, ഡബിൾ ജമ്പ് ഉണ്ട്, ഈ സൈസ് ഉണ്ട്. ഇതൊക്കെ പിന്നെ ഇത് R2V2 അല്ല, ഇത് ആ സൈസ്. ഇതിലെല്ലാ പ്ലാന്റുകളും വരുന്നുണ്ട്. R2V2 തിരിക്കണു. കാണിച്ചു കൊടുക്കും ജംബോ പ്ലാന്റ്. ഈ ടൈപ്പിലൊക്കെ നോക്കുമ്പോൾ 100 മരം വേണമെങ്കിൽ നമ്മളെത്തുണ്ട്. അടിയിൽ പിടിക്കും, അടിയിൽ നീച്ചേ ഡബിൾ ജമ്പ് കാണിച്ചു കൊടുക്കുക. അതൊക്കെ ഡബിൾ ജമ്പോയിൽ പെട്ടതാണ്. ഈ തൊട്ടപ്പുറത്തുള്ളത് R2V2 ആണ്. കുടിച്ചൊക്കെ വണ്ണം കാണിച്ചു. ഡെങ് സൂര്യ എന്ന് പറഞ്ഞാൽ അതിന്റെ ചക്ക പ്ലാസ്റ്റിക്കിന്റെ ഇതുകൊണ്ട് ഉണ്ടാക്കിയ പോലെയാണ് കാണാനുള്ള അത്രയും ഭംഗിയാണല്ലേ. അതിന്റെ നമ്മൾക്ക് ഇവിടെ ഉണ്ടായ നമ്മളെ മദർ പ്ലാന്റിന്റെ ഒക്കെ പിക്ചർ ഞാൻ എടുത്തുതരാം. ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. ഇനി സ്റ്റോക്ക് ഉണ്ട്, ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മളെ ഡിസ്പ്ലേ സെന്റർ അല്ലേ കണ്ടില്ലേ? ഇത് നമ്മളെ ഫാമിനകത്ത് എത്ര സ്റ്റോക്ക് ഉണ്ട്. ഇതിപ്പോ ഇന്ന് നമുക്ക് 20 ഓർഡർ ഉണ്ട്, നാളേക്ക് ഒരു 20 കൂടെ ഓർഡർ ഉണ്ട്. കിഡിലൻ സപ്പോട്ട ബനാന അല്ലത്. ആ ഒരൊറ്റ മരത്തിൽ എത്ര കായ് ഉണ്ടോക്ക? പ്ലാന്റിന്റെ ഐറ്റം പറഞ്ഞാൽ കൈ എവിടെയാണ് വരുന്നത്, ഐറ്റം എവിടെയാണ് കേട്ടോ വരുന്നത്. ഇതാ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഇഷ്ടം പോലെ പ്ലാന്റുകൾ, 100 കണക്കിന് ഒരു ലോറിക്കകത്ത് അവിടെ ഉണ്ട്. ഡിസ്പ്ലേ സെന്റർ ആണ്. നമ്മളത് തങ്കേത്ത് അഗ്രോ ഫാമിലെ ഡിസ്പ്ലേ സെന്ററിലാണ് നമ്മളുടെ. ഏതാണ്ട് 5 ഏക്കറോളത്തിൽ വിശാലമായി കിടക്കുന്ന ഒരു അടിപൊളി നഴ്സറിയാണ് കേട്ടോ. ഇതിന്റെ കവറിലുള്ളതും കാണിക്കാം. ഇന്നിപ്പോ ഡ്രമ്മിൽ വെച്ച് വേണ്ട, കവറിൽ വെച്ച് മതി. എന്നാ ബഡ്ജറ്റ് കുറഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് കൊടുത്തൂടെ? തീർച്ചയായിട്ടും. കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞിട്ട് മതിയെങ്കിതാ ഇത് നമുക്ക് കൊടുക്കാറുള്ളത്. 21 അതുപോലെ തന്നെ 30 ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സൈസിലുള്ളതും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുള്ള. അത് ചെറുത് വേണോ വലുത് വേണോ ഇനി ഹെവി വലുത് വേണോ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കലേക്കാ. തീർച്ചയായിട്ടും. തൊട്ടുപുറത്തൊക്കെ 30 കവറിലുണ്ട്. 30 ഹെവി സാധനം ആ ഡ്രമ്മിനോളം ചേർന്നല്ലേ. 25 ഇത് 21 ഇതിലൊക്കെ അതിലുണ്ടാവും ഫ്രൂട്ട്. ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, എല്ലാത്തിലും ഫ്രൂട്ട് അത്യാവശ്യം ഉണ്ട്. കംബോഡിയത്തിന്റെ ജംബോ പ്ലാന്റ്, ഹെവി പ്ലാന്റ്. അതെ, ഇതിന്റെ താഴെയുള്ള പ്ലാന്റുകളും ഉണ്ട് നമുക്ക് കേട്ടോ. നമ്മളെ റെഡ് നെല്ലിയാണല്ലേ? അതെ അങ്ങോട്ട് നോക്കാം. ഇതൊക്കെ നമുക്ക് ഫ്രൂട്ടഡ് ആണോ? ഫ്രൂട്ടഡ് അല്ല. ഇതൊക്കെ ഒരു വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഹെവി പ്ലാന്റുകളാണ്. നമ്മളെ നഴ്സറിയിൽ അധികം നമ്മൾ ചെയ്യുന്ന ഹെവി പ്ലാന്റുകളാണ്. ഹെവി പ്ലാന്റ് ആണ് നമുക്ക് കൂടുതലുണ്ടാവുക. പക്ഷേ മറ്റേതുകൊണ്ട് നമ്മൾ ബഡ് ചെയ്യണു, നമ്മൾ തന്നെ അത് വളർത്തുന്നു. ഒരു തലക്ക ചെറിയ തൈകൾ വരുന്നു, അവിടെ അപ്പുറത്ത് നമ്മൾ വലുതാക്കുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വലിയ വലിയ തെങ്ങുകളാണല്ലോ. ഇതൊക്കെ ഏതാ വെറൈറ്റി? നാടൻ വെറൈറ്റി ആണ് കേട്ടോ. നാടൻ വെറൈറ്റി നല്ല ജംബോ പ്ലാന്റുകളാണ്. ഒരു 10-20 അടിയൊക്കെ ഉള്ളത് അതിലുണ്ടാവും. നമുക്ക് സത്യം പറയണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇതിന്റെ അടി കൂടെ ഇറങ്ങി അടക്കാം. അത്രയും ഐറ്റം വന്നിട്ടുള്ള പ്ലാന്റുകള്. ഇതൊക്കെ എങ്ങനെയാ നമ്മൾ കൊടുക്കുക? ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു ഓഫറിൽ 2000 രൂപക്ക് കൊടുത്തിരുന്നെങ്കിൽ 1500 റുപ്യക്ക് കൊടുക്കാം. പിന്നെ അതിൽ തന്നെ നമുക്ക് 1000 രൂപേൻ്റെ സൈസും ഉണ്ട് നമ്മളടുത്ത്. പല വലിപ്പത്തിലും നമ്മളടുത്ത് ഇത് സാധനം ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മളെ സാധാ നാടൻ ഇത്രയും വലിയ തെങ്ങുകൾ ഇപ്പൊ നമുക്ക് 1500 റുപ്യ കൊടുക്കാം. അത് ഫ്രീ ഡെലിവറിയും കൊടുക്കാം. ഫ്രീ ഡെലിവറിയിൽ നമുക്കൊരു ഓഫർ ഇപ്പോൾ 1500 റുപ്യക്ക് ഇത്രയും വലിയ തെങ്ങുകൾ കൊടുക്കാം. ഒരു 20 അടിയൊക്കെ ആയിട്ടുണ്ടാവുക. അവിടെയൊക്കെ ചോട്ട് ഉതറുന്ന ഹാത്ത് ഊപ്പറ ഒരാൾ നിന്നാ കണ്ടോ? ഞാൻ അങ്ങനെ ക്യാമറ നോക്കാം. 2 ആൾ വേണ്ടില്ല ആ മേലുള്ള പട്ടയമൊക്കെ. 1500 രൂപയ്ക്ക് ഫ്രീ ഡെലിവറി കേരളത്തിലേക്ക്. കേരളത്തിൽ നമുക്ക് കൊടുക്കാം. നമ്മളെ നാംഡോക്മൈ ആണല്ലേ നിൽക്കുന്നത്? നാംഡോക്മൈന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയൊക്കെ എത്ര സൈസുള്ള മാങ്ങകളാണ് ഈ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നൊക്കെ. ഇതിൽ നിന്ന് ഒരുപാട് അർത്ഥതാണ്. സൈസും ഒക്കെ മാങ്ങന്റെ സൈസ് ഇവിടേക്കൊക്കെ നോക്കാം. മൂത്ത് വരുമ്പോൾ വലിയ വലിയ മാങ്ങകളാണ് ഉണ്ടാവുക. അതായത് നല്ല നമ്മൾ ഈ ചെറിയ ഇപ്പം നമ്മൾ ഈ ഡ്രമ്മിലൊക്കെ കൊടുക്കുമ്പോൾ ആളുകൾ ഇതിന്റെ വലിപ്പം ഇത്രയല്ല വരിക, മണ്ണിൽ വെച്ചാൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ വലിയത് കാണിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നൊക്കെ കണ്ട് കഴിച്ചു വാങ്ങാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പഴുത്ത് വന്ന് മാങ്ങ കണ്ടില്ലേ? ഇതൊക്കെ പഴുത്ത് തുടങ്ങി കണ്ടോ, പഴുപ്പ് കയറുകയാണ് അതൊക്കെ. അപ്പം അങ്ങനെ നല്ല വലിപ്പം വരുന്നുണ്ട് മാങ്ങ. പിന്നെ നമ്മളിത് വിട്ടുനിന്ന് നോക്കൂ, ഈ മാവുകൾ സെറ്റ് ചെയ്ത രൂപം അതൊക്കെ നല്ല ബുഷായിട്ടല്ലേ വരുന്നത്. ഇനി ഒന്നിങ്ങനെ അങ്ങനത്തെ വരെ പോയി നോക്കൂ. ഇത്ര കുറഞ്ഞ ഏരിയയിൽ നമ്മൾ എത്ര മാവ് വെച്ചു? 2. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പറയല് ഒരു മാവ് മറ്റു മാവിനോട് തട്ടരുത് കയറിണ്ട്. പക്ഷെ ഇവിടെ തട്ടിയിട്ട് ഒരു ലൈൻ ആകുമ്പോൾ അതൊന്നും പ്രശ്നമല്ല. നമ്മൾ തോട്ടത്തിൽ ചെയ്യുമ്പോഴാണ് കുറച്ച് അകലച്ചേക്കാൻ പറ്റും. ഇത് 2 സൈഡിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് കാറ്റൊക്കെ കിട്ടുമല്ലോ, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഏരിയ നമ്മൾ റോഡിൻ്റെ അടുത്ത് നമ്മൾ ചെയ്തതാണ്. ഇത് ബനാന ഇതേ ബാച്ച്, അതായത് ഈ മാവ് നമ്മൾ ഇങ്ങോട്ട് മണ്ണിലോട്ട് വെക്കുമ്പോൾ ഇതേ സാധനം 30 കവറിലേക്ക് വെച്ചത് നമ്മളെ കയ്യിലുണ്ട്. ഇത്ര തന്നെ വണ്ണം വരില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. കവറിലിരിക്കുമ്പോൾ അതിൻ്റെതായ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ.
വണ്ണത്തിൽ വരുന്നു. നമുക്ക് മണ്ണിൽ വെക്കുമ്പോൾ നല്ല വണ്ണമായിട്ട് വരും. ഇപ്പോൾ ഇത് കാഴ്ച നമ്മുടെ ബനാന കവറിലുള്ളതും കുറേ നമുക്ക് കാഴ്ച കുറേ സെയിൽ ചെയ്തു. നമുക്ക് ജംബോ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ജാതി നേരത്തെ കാണിച്ചിരുന്നു, അപ്പോൾ കാണിച്ചപ്പോൾ ചെറുതൈകളാണ് കാണിച്ചത്. എന്നതാ മരമായിട്ട് നിൽക്കുന്ന ജാതികളുണ്ട് കേട്ടോ. ഇത് ജാതിൻ്റെ ഏതാ വെറൈറ്റി? ഇത് നമുക്ക് ഇതിൽ കിണറ്റിങ്കര, ഇതിപ്പോൾ കിണറ്റിങ്കരയാണ്. മറ്റേത് ഞാൻ നേരത്തെ കാണിച്ച നാടൻ, നമ്മുടെ നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞില്ല. പെട്ടെന്ന് ഇതൊക്കെ കാഴ്ച മരങ്ങളാണ് കേട്ടോ. കായ ഉണ്ടായിരുന്ന കാഴ്ചകൊണ്ടിരിക്കുന്ന മരങ്ങളാണ്. ചെറുതും നമ്മളത് സ്റ്റോക്ക് ഉണ്ട്, നല്ല ചെറുതും സ്റ്റോക്ക് ഉണ്ട്. ഒരു തട്ടുള്ളത് മുതൽ ഇതിപ്പോൾ നമുക്ക് പിന്നെ ഇത്ര 7 അടി 8 അടി 10 അടിയൊക്കെ ഉള്ളത് വരെ ഉണ്ട് നമ്മുടെ കയ്യിൽ. കിങ് ഓഫ് ചക്കപ്പത്ത്. ഇതിനെ കുറിച്ച് നമ്മൾ വല്ലാതെ വിശദീകരിക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലാ വർഷങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. എന്താ സൈസ് മാങ്ങ നോക്കുന്നത്. ഇതിനൊന്നും നമ്മൾ മറ്റേ ഈ കവർ കളർ വരാൻ വേണ്ടി ചെയ്യുന്നില്ല കേട്ടോ. മറ്റു പല ഇടത്തും നീ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് കവർ വരുന്നത്. നമ്മളെ കവർ ഇത് ചാടിയ നിൽക്കാനുള്ള കവറാണ്. നമ്മളെ മിയാസാക്കി കേട്ടോ. മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 1 വർഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് നമ്മളെ കേരളത്തിന്റെ സ്വന്തം മിയാസാക്കി ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇന്നും കഴിക്കാം, ഇന്ന് നമുക്ക് കഴിക്കാൻ അടിപൊളി സാധനം ഇവിടെ ഉണ്ട്. ഇപ്പം ഇത് നമുക്ക് ഇതിപ്പോൾ ഒരു 100-ലധികം മാങ്ങ ഉണ്ടായിരുന്ന ഒരു മാവാണിത്. എല്ലാം അതുണ്ട്. ഈ കമ്പൊക്കെ മാങ്ങ കാഴ്ച നമുക്ക് വെറുതെ പറയണ്ട. അല്ല, ഇതിൽ വീഡിയോയിലുണ്ട്, നേരത്തെ വീഡിയോ. ഞാൻ ആർക്കെങ്കിലും സംശയം ഉണ്ട് എനിക്ക് കണ്ടോ, ഇതൊക്കെ നിറച്ചുണ്ടോ. ഈ കമ്പൊക്കെ ഇപ്പോൾ മാങ്ങ കഴിഞ്ഞുണങ്ങിയതാണ്. നിറയെ കമ്പ് ആകെ തൂങ്ങി. ഇതൊക്കെ മാങ്ങ കൊണ്ട് തൂങ്ങിയതായിരുന്നു. അത്രയും ചെറിയൊരു മാവിൽ 100-ലധികം മാങ്ങ ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഇതേ ബാച്ചിലുള്ള ജംബോ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കാണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മീഡിയം പ്ലാന്റുകളുണ്ട്. അതിൻ്റെ ജംബോ പ്ലാന്റ് ഒക്കെ നമുക്കൊന്ന് കാണിക്കാം ജസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ കവറിൽ വെച്ചിട്ടുള്ള മിയാസാക്കിന്റെ സെയിം ബാച്ച് അല്ലേ? അതെ, 30 കവറിലുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ എണ്ണം ബുക്കിംഗ് ആണ്. കണ്ട C2 C1 C3 എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതൊക്കെ ബുക്കിംഗ് ആണ്. ഇനി ഇഷ്ടം പോലെ ബുക്ക് ചെയ്താലും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. 100 കണക്കിന് പീസ് ഉണ്ട്. ഇത് അങ്ങോട്ട് പോന്നോ, കാണുന്നതൊക്കെ തന്നെ അതേ മിയാസാക്കിൻ്റെ സെയിം അതേ പ്ലാന്റ്, അതേ ഇയറിലുള്ള ഒപ്പമുള്ള ബാച്ച് നമുക്ക് കവറിൽ വെച്ചതാണ്. നല്ല ബുഷി പ്ലാന്റ്. ഇതൊക്കെ നല്ല ബുഷായിട്ടുള്ളതും അങ്ങനെ വേണമെങ്കിൽ ഹൈറ്റ് ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ ഏത് തരത്തിലുള്ളതും നമുക്ക് കൊടുക്കാൻ കഴിയും. അത്രയധികം സെലക്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. തൊട്ടപ്പുറത്തൊക്കെ ഹൈറ്റിൽ നല്ല പ്ലാന്റ് ഏത് രൂപത്തിലുള്ളതും വേണമെങ്കിൽ, ഹൈറ്റ് വേണം ഹൈറ്റ്, ബുഷ് വേണം ബുഷ്, ഏതും പ്ലാന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. 100 കണക്കിന്. ഇത് മാത്രമല്ല, ഇനിയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ചെറിയൊരു ഏരിയയാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നേരത്തെ കാണിച്ച ബനാനയല്ല, അതൊക്കെ ഇത് വേറെ ബനാനയാണ്. കാരണം നേരത്തെ കാണിച്ച സെക്ഷൻ അല്ലത്. ഏതാണ്ട് 5 ഏക്കറോളം വിശാലമായി കിടക്കുന്ന ഒരു അടിപൊളി നഴ്സറിയാണ് നമ്മുടെ തങ്കയത്ത് അഗ്രോ ഫാം. ഇന്ന് നമ്മളിതാ തങ്കയത്ത് അഗ്രോ ഫാമില് ഒരു പേര് നിറച്ചുള്ള മാങ്ങ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാട്ടോ. ഷൗക്കത്ത് നമ്മുടെ കൂടെ അല്ലേ? ഓ, തീർച്ചയായിട്ടും. അപ്പൊ ഏതൊക്കെ വെറൈറ്റീസ് ഉള്ള ഒന്ന് പരിചയപ്പെട്ടാലോ നമുക്ക് ആദ്യം? തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം മിയാസാക്കി അല്ലേ? അതെന്തായാലും രാജാവല്ലേ. രാജാവിനെ തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ ഏതൊക്കെ അതിലുള്ള ഗ്ലാമറൊക്കെ നമ്മള് വേറെ ലുക്കിന്റെ കാര്യത്തിൽ പിന്നെ ഒന്നും പറയാനില്ല. ലുക്കിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇതൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആരായാലും ഒന്ന് നോക്കി പോകും. പിന്നെന്താ, സുന്ദരിയല്ലേ. സുന്ദരി. അതുമല്ല, നമ്മള് ഇനി നെറ്റിൽ നമ്മൾ കാണുന്ന അതേ സൈസിലുള്ള അതേ റേഞ്ചിലുള്ള മാങ്ങനില്ല, അതേ കളറോ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നു പറഞ്ഞിട്ട് നമുക്ക് ഒറിജിനലായിട്ട് കാണുന്ന അത് ഒറിജിനൽ ആണെന്നാണ് നമ്മളിതിൽ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഇത് ഒറിജിനൽ ആണെന്ന് പറയാൻ കാരണം പലരും പറയും മിയാസാക്കി പറഞ്ഞാൽ ഈ മാങ്ങ അത് ഒറിജിനലാണ്. പക്ഷെ മിയാസാക്കി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അല്ല അത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇത് അവര് ഈ മാങ്ങ എടുത്തിട്ട് മിയാസാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്താണ്. അതിന് ഞാൻ തക്കതായ ഒരു ഉദാഹരണ സഹിതം പറയാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഒരു പൊങ്ങച്ചം പറയല്ല, നമ്മൾ ഉപയോഗിച്ചിട്ട് 2000 രൂപേൻ്റെ ഷൂ മുതൽ 20,000 രൂപ മുതൽ ഷൂ ഉപയോഗിക്കുന്നത്. ഇതിൽ ആ 2000-ൻ്റെയും ഒറിജിനൽ ലെതറാണ്, 20,000-ൻ്റെയും ഒറിജിനൽ ലെതറാണ്. പിന്നെ ഇതേ ലെതർ തന്നെ ഇപ്പം നമ്മളെ സെലിബ്രിറ്റികളൊക്കെ ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ വില ഉള്ളതുമുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രസൻ്റ്ലി ലെതറാണ് അല്ലേ? ആ ലെതർ അല്ലെങ്കിൽ നമ്മൾ ലിനനാണെങ്കിൽ ലിനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല കമ്പനികളും പല റേറ്റാണ്. അത് ഇത് പറഞ്ഞ മിയാസാക്കി പറഞ്ഞാൽ അവരൊരു ബ്രാൻഡ് ചെയ്തതുകൊണ്ട് ആ ബ്രാൻഡിൻ്റെ റേറ്റാണ് അവർ ആ രീതിയിൽ അതിനെ പാക്ക് ചെയ്ത്. അല്ലാതെ ഒരു കിലോ കടയിൽ വരുന്നവർക്ക് തൂക്കി കൊടുക്കില്ലല്ലോ. പാക്ക് ചെയ്ത് ഒരു ഗിഫ്റ്റ് സ്റ്റൈലാക്കി അവരുടെ ആ കമ്പനി ബ്രാൻഡ് അവരങ്ങനെ ചെയ്ത് വലിയ വലിയ ആളുകളുടെ ഇടയിൽ ഗിഫ്റ്റ് സ്റ്റൈലിലാണ് അവരത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രസന്റേഷൻ ഉള്ള റേറ്റാണ് അത്രയും റേറ്റ് വരുന്നത്. പക്ഷെ ഇത് മാങ്ങ നല്ല കൊള്ളാവുന്ന മാങ്ങയാണ്. ഇതിന് പുറത്ത് എവിടെയെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് എനിക്കിതുവരെ ഫീൽ ചെയ്തില്ല. പല രീതിയിലും നോക്കിയിട്ടുണ്ട്, സെർച്ച് ചെയ്ത് കമന്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ ലുക്ക് ഒന്ന് നിങ്ങൾ കണ്ടില്ലേ? ഈ ലുക്കില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കുക.
കമന്റ് ചെയ്യാം കേട്ടോ, നമ്മളെ ഫേസ്ബുക്ക് വഴി കമന്റ് തീർച്ചയായിട്ടും. ഇനി ഇതിന്റെ അകത്തെ കളർ നമ്മൾ കാണിച്ചു തരാം. ഈ അകത്തെ കളറിൽ അവരെ ഇതിനകത്ത് അവരുടെ കാറ്റലോഗിനകത്ത് ഇതിന്റെ അകത്തെ കളറും അവർ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ആ കളറിന്റെ ഷെയ്ഡിനെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ പറയട്ടെ, കമന്റ് ചെയ്യട്ടെ. കമന്റ് ചെയ്യ തീർച്ചയായിട്ടും. നമുക്കത് എന്തെങ്കിലും കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ മിയാസാക്കി ഇനിയിപ്പോ നമ്മളെ അടുത്തുള്ളത് ഒറിജിനൽ ആണെന്നല്ല നമ്മൾ സ്ഥാപിക്കുന്നത്. കേരളത്തിലുള്ള മിയാസാക്കി പലതും ഒറിജിനൽ ആണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇർവിൻ എന്ന് പറഞ്ഞ അടിയിൽ പച്ച കളർ വരുന്ന, ഇതിന്റെ പച്ച കളർ അടിയിൽ വരുന്ന ഒരു മാങ്ങ ഉണ്ട്. അതും ചിലർ മിയാസാക്കി ആണെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് സൈറ്റിൽ കാണുന്നില്ല. സൈറ്റിൽ കാണുന്നത് ഫുള്ളായിട്ട് ഈ കളറിലാണ് വരുന്നത്. പച്ചക്കളർ ഗ്യാരണ്ടിയാ, പച്ചക്കളർ വരില്ല. സൈറ്റിലുള്ള മിയാസാക്കിയിൽ പച്ചക്കളർ വരില്ല. അത് ഈ അടിഭാഗത്ത് ഇങ്ങനെ പച്ചക്കളർ, അത് ഇർവിനാണ്. അത് നമ്മളതിന് വരുന്നില്ല. അത് നമ്മളതിന് വരെ ഇർവിൻ ആ പച്ചക്കളർ വരുന്നത് എന്റെ കയ്യിലുണ്ട്. എനിക്ക് ഫോട്ടോ അയച്ചുതരാം, അതിൽ വെച്ചോ. പഴുത്ത മാങ്ങ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ റിവ്യൂ ചെയ്യാനല്ല, ഞാൻ എനിക്ക് അയച്ചുതരാം. ഇതേ ചെറുതായിട്ട് ഒരു പച്ചക്കളർ ഇതേ വീഡിയോയിൽ വെച്ചതിന്റെ അടിയിലുണ്ട് പച്ചക്കളർ, പച്ച ഷെയ്ഡ് വരും. അതേ നല്ലൊരു പ്രത്യേക പച്ച കളർ പഴുക്കുമ്പോൾ പഴുക്കണ വരെ ചെറിയ ബ്രൗണും ഇതൊക്കെ ബ്രൗണിലാണ് വരിക. ബ്രൗണിന്ന് ചെറിയൊരു ഷെയ്ഡ് ഇവിടെ പച്ചപ്പ് കണ്ടില്ല വിചാരിച്ചിട്ടാണ് ഉണ്ടാവുക. പക്ഷെ അതിനെ പഴുക്കണ സമയത്ത് ഈ സമയത്ത് ശരിക്കും ഗ്രീൻ ആയിട്ട് നല്ല പ്യൂർ ഗ്രീൻ അല്ല തത്തമ്മന്റെ കളറായിട്ട് ഇവിടെ വരും. അപ്പൊ അതിന്റെ ഫോട്ടോ ഞാൻ എനിക്ക് തരാം, ഇതിൽ വെച്ചോ. അത് കാണാൻ ഷേപ്പ് തന്നെയാണ്, ഉള്ളിൽ കട്ട് ചെയ്താൽ ഇതേപോലെ തന്നെയാണ്. അതും വേണം പറയാം. ഇതിന്റെ ചെറിയ എന്തോ വേരിയേഷൻ, ഉള്ളിൽ കട്ട് ചെയ്തിട്ടുള്ള സെയിം കളർ ചേഞ്ച് പോലും ഇല്ല, ഫ്ലേവർ സെയിം. അപ്പൊ ഇതിന്റെ പച്ച കളർ നമുക്ക് അതിനകത്ത് അടിയിൽ വരും എന്നുള്ളതല്ലാതെ ഈ കളറിൽ കാണാനുള്ള പുറത്തുള്ള ബാക്കിയൊക്കെ സെയിം ആണ്. അപ്പൊ അതിൽ നിന്ന് വന്ന ഒരു വേരിയേഷൻ ആയിരിക്കാം ഇത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന്റെ ഉള്ളിൽ സെയിം അതേ കളറാണ്. ഇനി നമുക്ക് ഇത് അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഇതിപ്പോ നമ്മളിപ്പോ ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇപ്പൊ നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചല്ലോ, ആ കട്ട് ചെയ്ത് വെച്ച് തന്നെ നമുക്ക് എടുക്കാം. അതേ സെയിം തന്നെ, ഒരു വ്യത്യാസമല്ല, ഒരേ മരത്തെ സാധനം തന്നെയാണ്. ഇനി അത് വേറെയും ഇത് വേറെയും ഒന്നല്ല. ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്യാൻ അടുത്ത ഒരാൾക്ക് നാളെ റിവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതേ സാധനം തന്നെയാണ് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതേ അങ്ങനെയാണ് കേട്ടോ, സെയിം ഒരേ സാധനം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ നമ്മൾ കട്ട് ചെയ്തു. ആ സമയത്ത് നമ്മളെ വീഡിയോ ഒന്ന് പോസായി പോയതാണ്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും ചെയ്തത്. ഓക്കെ, ചെറിയൊരു ഫൈബർ ഉണ്ട്, അതെ, ഫൈബർ കണ്ടന്റ് വരുന്നുണ്ട്. എല്ലാ ഒരു വെള്ളത്തിന്റെയും ഈ ഒരു ഇത് കണ്ടില്ല, ഇതിന്റെ ഒരു ഇതാണ് ഇപ്പൊ ഇതിന്റെ ഒരു ഉൾവശം വരുന്നത് കേട്ടോ, കളറും കാര്യങ്ങളൊക്കെ. ഈ കളറിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഒറിജിനലിനെ അവര് ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതൊന്ന് കഴിച്ചു നോക്ക്, ഒരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ കഴിച്ചതാണ് ഇപ്പോൾ ഒരു പീസ്, അങ്ങനെ ഒരു മാങ്ങ പകുതിയോളം കഴിച്ചതാണ്, പക്ഷെ ക്യാമറയിൽ വന്നില്ല. അടിപൊളി കേട്ടോ, ഒരു ഫ്രൂട്ടിന്റെ ടേസ്റ്റും കൂടി. ഫ്രൂട്ടിന്റെ എന്താ ടേസ്റ്റ്, വേറൊരു ഫ്ലേവർ, ഒരു ഫ്രൂട്ടി കുടിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക്. അത്രയും നൈസ് ആട്ടോ. വെള്ളം ഒലിക്കണുണ്ടോ? വെള്ളം ഇങ്ങനെ ഭയങ്കര നൈസാണ്, വെള്ളം ഇങ്ങനെ സംഭവം തന്നെ. വെള്ളം ഇങ്ങനെ ഒറ്റി വീഴുക. അടിപൊളി കേട്ടോ. നമ്മൾ പിന്നെ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ നാംഡോക്കാണ്. അപ്പം നാംഡോക്ക് ഇതാ നമുക്ക് വരുന്നു, ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് നമ്മളടുത്ത്. സെയിം സാധനം തന്നെ നമുക്ക് മാങ്ങ ഏത് ഇതൊക്കെ നമ്മൾ ഓരോ വെറൈറ്റി മാങ്ങകളാണ്. ഇതിലിപ്പോൾ നമുക്ക് പഴുപ്പ് എത്താത്തത് നമ്മൾ എന്ത് ചെയ്യണു, തൽക്കാലം അടുത്തൊരു ദിവസം നമ്മൾ റിവ്യൂ ചെയ്യുന്നതാണ്. ഇതൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള മാങ്ങകളാണ്. ഇപ്പോൾ ഇത് നാംഡോക്ക് മൈ ഗോൾഡാണ്, ഇത് ബനാന മാവാണ്, ബനാന മാംഗോ. ഇത് സൂപ്പർ ക്യൂൻ എന്ന് പറഞ്ഞ മാങ്ങയാണ്. ഇത് ഗോലാക്കാണ്. ഇത് നമ്മുടെ കിങ് ഓഫ് ചക്കപ്പത്താണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാറ്റിമൂണാണ്. ഇത് നമുക്ക് കോട്ടൂർക്കോണാണ്. ഇത്രയും മാങ്ങകൾ ഇപ്പം നമുക്ക് റിവ്യൂ ചെയ്യാനുണ്ട്. ഇതിനകത്ത് പഴുപ്പ് എത്തിയത് നമ്മളിപ്പോൾ ചെയ്യും, ബാക്കിയുള്ളത് അടുത്ത ദിവസം. പിന്നെ നമുക്ക് നാംഡോക്ക് മൈ പെർപ്പിള്, ബ്രൂണേ കിങ്, ഓസ്റ്റിന്, ഇത്രയും മാങ്ങയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇനി വന്ന് ആഡാവാണ്ട്. അത് നമുക്ക് പൊട്ടിച്ചിട്ടില്ല, ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടി നമുക്ക് റിവ്യൂ അടുത്ത വഴിയാതെ അറിയിക്കാം. ഓക്കെ, ഇതിന്റെ ഒക്കെ ചെറു പ്ലാന്റുകൾ മുതൽ ജംബോ പ്ലാന്റുകൾ വരെ ഇവിടെ സെയിലും തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്ത് തന്നെയാണ്. ഒരു ബ്ലേഡ് പോലെ കേട്ടോ, ഇതിന്റെ ഒന്നും റിവ്യൂ ഇപ്പോൾ പ്രത്യേകിച്ച് ആവശ്യമില്ല. അതെ, എല്ലാ ആളുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ കസ്റ്റമേഴ്സിന്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇനി ആരെങ്കിലും കാണാത്തവരോ എത്തിക്കാന്നുള്ള രൂപത്തിൽ കണ്ടൊരു സ്കിപ്പ് അടിച്ച് പോയിക്കോട്ടെ, ബോറടിക്കണ്ടായിരിക്കും. ഇതൊക്കെയാണ് വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. നന്നായിട്ട് കായ്ക്കുന്ന വെറൈറ്റി. പിന്നെ ഇവിടെ ഇതിങ്ങനെ കാണിക്കുമ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കഴിക്കുന്ന ടേസ്റ്റ് മാത്രമല്ല, ഇത് ഇത്ര അധികം കായ്ക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് നമുക്ക് ഇത്രപോലെ കഴിക്കാൻ കിട്ടുന്നുണ്ട്.
ഇപ്പം എൻ്റെ കാറ്റിമുള്ള കണ്ടിട്ട് മാങ്ങ പഴുത്ത് നിൽക്കും. ഇഷ്ടമല്ല, ഇവിടെ തൊട്ടടുത്തൊരു കാട്ടിമണ്ണുണ്ട് കേട്ടോ. ബനാനയിലോ അടിപൊളി. ബനാനയിൽ ഇപ്പോൾ 4-5 പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ 2 കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിനെ ചെയ്യാം, നമ്മളെ കാറ്റിമൂൺ തന്നെ ചെയ്യാം. ഈ കാട്ടിമൂൺ പറയുമ്പോഴേ സൈസ് മറ്റേ ഇപ്പൊ നമ്മൾ 2 കഴിച്ചതിനെ അപേക്ഷിച്ച് ഈ സൈസ് ആണ് വരിക. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിമൂൺ നല്ല സൈസ് വരും, ഏകദേശം ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒരു 1/2 കിലോക്കൊക്കെ മുകളിലൊക്കെ വരും. 2 മാങ്ങയ്ക്ക് 1 കിലോ വരും. പക്ഷെ ഇത് സൈസ് കുറയാനുള്ള കാരണം ഒരു കൊലയിൽ 8-10, ഇവിടെ നോക്ക് 8-10 ഒക്കെ എണ്ണം ഒരു കൊലയിൽ നമ്മൾ നിർത്തുകയാണ്. അത് ആ സമയത്ത് 2-3 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈസ്. നമ്മൾ പിന്നെ അത് കൂടുതൽ ആളുകളിലേക്ക് റിവ്യൂ ചെയ്യാനും കൂടുതൽ എണ്ണം കിട്ടാനും വേണ്ടി നമ്മളൊന്നും ചെയ്തില്ല. നമ്മളിവിടെ കാഴ്ച എങ്ങനെയാണോ കഴിക്കുന്നത് അതെ, നമുക്കിവിടെ കാഴ്ചയാണെങ്കിലോ കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, നമുക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാനും കാണാനും ഒക്കെ ആണല്ലോ. അപ്പം നല്ല സ്മെല്ലുണ്ട്. അത് ഇത് കാറ്റിമൂണിന് ഒരു പ്രത്യേക സ്മെല്ല് വരും. ഇതിന് ചെറിയ നാരുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും നാര് നമ്മളെ ഒരു ഡിസ്റ്റർബ് ചെയ്യണ നാരല്ല. ഇതൊക്കെ സ്വീറ്റ് കാറ്റിമൂൺ എന്നുള്ള ഇതിൻ്റെ പേര് തന്നെ. ഇതിനകത്ത് പുഴുക്കേട് വരില്ല അതൊന്നും മെയിനായിട്ട്. നമുക്ക് എന്താ പറയുക, ഇത് വേറൊരു ഫ്ലേവറാണ്. ഇപ്പം 2 കഴിച്ചതിന്റെ അതിന്റെ വ്യത്യാസം അതായത് വേറെ ചോയ, ഒരു മധുരം, ചെറിയൊരു പുളി ഉണ്ടോ, നമുക്കൊരു മധുരത്തിന്റെ ഒരു വേറൊരു പുളി അല്ല, വേറൊരു ഫ്ലേവർ. ഇപ്പൊ നമ്മൾ കഴിച്ചതും ഏതാണ്ട് സാമ്യമുണ്ട്. ഇത് സാമ്യല്ല. ഇതിലേക്ക് സാമ്യം വരുന്നത് ഇനി ഏതാണുള്ളതെന്ന് അറിയോ? ഇതിന്റെ സാമ്യം ബനാന വരും അല്ലേ? കഴിക്കുമ്പോൾ വേണോ ഇതിൻ്റെ ഒരു സാമ്യം വരുന്ന ടേസ്റ്റ് ബനാനയിൽ വരും. പിന്നെ നമ്മുടെ ഇതില്ലേ ഓൾ സീസൺ എന്ന് പറഞ്ഞ വാങ്ങണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇങ്ങനെ വരും, ഫ്ലേവറിൽ വരും. പക്ഷേ ഇത് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമാങ്ങയാണ്. കണ്ടോ ഇതിന്റെ പേര് സ്വീറ്റ് കാറ്റിമൂണാണ്. മധുരത്തിന്റെ കാര്യത്തിൽ ഇതിനൊരു കോംപ്രമൈസ് ഇല്ല. ഇത് അടുത്തത് ബനാനയാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതും ബനാനയും തന്നെ ശരിക്കും പഴുത്തിട്ടുള്ളതുണ്ടോ, പച്ചപ്പ് ഉണ്ടോ. നമ്മളിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഉള്ളത് എടുക്കുക എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ പതുക്കെ പഴുപ്പ് എന്നൊക്കെ പറയില്ലേ നമ്മൾ വീട്ടിൽ. അതെ അതെ, നമ്മള് വീട്ടില് പണ്ടൊക്കെ പറയില്ലേ പതുക്കെ പഴുപ്പാണ്. ഇതുണ്ടോ, ഇതിപ്പോ 2 പീസാക്കി കഴിഞ്ഞ് കഴിഞ്ഞതാ. രണ്ടും ഒരേപോലെ അല്ലേ? അപ്പൊ തന്നെ അതിന്റെ സീഡിന്റെ കാണാം. നമുക്ക് ഒരുവിധം ഒരു 2-3 മാങ്ങ 1 കിലോ ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉള്ള മാങ്ങയാണ് കേട്ടോ, ടെമ്പറാണ് ഇത്. നമുക്ക് പറയാണ്ട് ഒട്ടുമിക്ക വിദേശ മാങ്ങകളും നമുക്ക് എന്ത് ചെയ്യാം, സീഡ് വളരെ ചെറുതാണ്. അതെ, വളരെ ചെറുതാണ് കമ്പാരിസറി വരുമ്പോൾ. നമ്മുടെ നാടൻ മാങ്ങകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നാടന് ഭയങ്കര കട്ടിയാണ്. ഇതിനൊക്കെ നമുക്ക് ക്യൂബായിട്ട് എടുക്കാൻ പറ്റും. ശരിയാ, കാറ്റിമൂണായിട്ട് ചെറിയ സാമ്യല്ലേ? തായ്ലൻഡ് ഓൾ സീസണിന്റെ ഒക്കെ ടേസ്റ്റ് അല്ല ഫ്ലേവർ ആ ഒരു ഇതായിട്ട് വരുന്നുണ്ട്. ഫ്ലേവർ നമുക്ക് ഈ ഗോലക്കിനെ നോക്കാം. ഗോലക്ക് ശരിക്കും അല്ല, മരത്തുനിന്ന് ചാടിയപ്പോ നമ്മളെടുത്ത അത് ചെറിയ കംപ്ലൈന്റ്, ഇത് മരത്തുനിന്ന് ചാടിയതാ, വാടിച്ചാടെന്നൊക്കെ പറയാം. തൽക്കാലം എന്താണെങ്കിലും വാടിയതാണെങ്കിലും ചാടിയതാണെങ്കിലും നമുക്ക് കളയാൻ തോന്നൂലല്ലോ. ഒറിജിനൽ മരത്തിൽ നിൽക്കുന്നത് നമുക്ക് സാവധാനം ചെയ്യാം. ഇപ്പൊ നമ്മള് ഉള്ള കോട്ടിക്ക് ഇഞ്ചി എന്ന് പറഞ്ഞ പോലെ കുട്ടികൾ പണ്ട് പറഞ്ഞില്ലേ ഉള്ള കോട്ടിക്ക് ഇഞ്ചി എന്ന് പറഞ്ഞില്ലേ? ഇല്ലട്ടോ, കുഴപ്പമില്ലല്ലോ. ഉള്ളിലേക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഒരു വാട്ടത്തിന്റെ അതിപ്പോ എന്താ വിചാരിച്ച വാട്ടം ചിലപ്പോ പഴുപ്പ് കയറിയതോ ആമോ. നമ്മള് കാണുന്നത് വൈകിട്ടാണ് ചാടിയിട്ട്. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? ഇതിന് എനിക്ക് പേരറിയില്ല. ഗോലക്ക് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളൂ. ഇനി വേറെ ഏതെങ്കിലും ഒരു പേര് ഇതിനകത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളെ ഗോലക്ക് ഇതും നല്ല വെള്ളതാണ്. ഇതിനും നമുക്ക് കാണുമ്പോൾ എന്തുണ്ട്, നാരുണ്ട് അല്ലേ? നാരുണ്ട്, ചെറിയൊരു നാരിൻ്റെ ഫീൽ. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. തൊലി കട്ടി ഭയങ്കര കുറവാണ്. മധുരണ്ടോ? അപ്പൊ ഈ വാടലായിട്ടുള്ളത് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂത്ത് പഴുത്ത നല്ല മൂത്ത് പഴുത്ത അങ്ങനെയൊക്കെയാണ്. നല്ല മധുരമുണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ കഴിച്ച 2 സെറ്റിന്റെയും ടേസ്റ്റ് അല്ല വരുന്നത്, മധുരാണ് മുൻകൂട്ടി. ഇതിൽ എനിക്ക് തോന്നുന്നത് എന്താ, ഇത് നമ്മളെ മല്ലികന്റെ ഒക്കെ വല്ല ക്രോസ് വേണമെന്ന് സംശയമുണ്ട്. മല്ലികന്റെ ഒക്കെ ടേസ്റ്റ്, ഒരു കൽക്കണ്ടത്തിന്റെ ടേസ്റ്റ് ഉള്ളിലേക്ക് മധുരം വരുന്നത്. അതെ അതെ, ഗോലക്കൊക്കെ നല്ല മാവാണ്, കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ.
സാധനം അടിപൊളി കേട്ടോ, നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മളെ കോട്ടൂർക്കോണ ആയിട്ടില്ല, കിങ് ഓഫ് ചക്കപ്പത്ത് ആയിട്ടില്ല, ഗോലക്ക് ആയിട്ടില്ല. ഇതിനൊക്കെ നമുക്ക് അടുത്തൊരു റിവ്യൂവിൽ ഉൾപ്പെടുത്തും. അപ്പോൾ അതാണ് കേട്ടോ, ഞങ്ങൾ ഏതാണ്ട് ഒരു യുദ്ധം ചെയ്ത കോലത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 5 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഒരു അടിപൊളി നഴ്സറിയാണ് നമ്മളെ തങ്കയത്ത് അഗ്രോ ഫാം കേട്ടോ. ഇതേപോലെ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മെയ് 12 ഇന്ന്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു 1 വീക്ക് ഉണ്ടാവില്ലേ, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മാമ്പഴം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് തൈകൾ വാങ്ങാൻ സാധിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാം.